ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച ഒരു തീരുമാനം എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ തെറ്റിച്ചു. സരസ്വതി മാഡം എന്ന് പറഞ്ഞപ്പോ രാജുവിനെ ഋതുമോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തില്ലേ? അല്ല, ഞാൻ ചെയ്തത് തെറ്റല്ലേ? വാക്ക് കൊടുത്തതും പോരാഞ്ഞിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതുമില്ല. നീയും തുറന്നു പറഞ്ഞില്ല. അതാ പറ്റിയ. അതെ, എന്തും പരസ്പരം തുറന്നു പറയുന്ന നമ്മൾ രണ്ടുപേരും ഈ കാര്യം പറയാതിരുന്നു. അതാ കുഴപ്പമായത് വേണുവേട്ടാ. എടീ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. അത് മറച്ചു വെച്ച ഇതുപോലുള്ള പ്രതിസന്ധികളിൽ ചെന്നുപെടും. എന്നാലും ഋതുമോളോട് ഞാൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തന്നെ വരുന്നു. ആ കൊച്ചു മനസ്സിൽ ഒന്നും സൂക്ഷിക്കുന്നവളല്ല, പഞ്ചപാവ. സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലവള്. അതുപോലെ തന്നെയാടി ഞാനും. നീ പിണങ്ങി നടക്കുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ കൊല്ലുന്നതിന് തുല്യ. ഒരപേക്ഷയെ എനിക്ക് നിന്നോടുള്ളൂ. ഈ കുടുംബത്തിനൊരു താളമുണ്ട്. ഞാനും നീയും ഒരേ മനസ്സും രണ്ട് ശരീരമായി നിൽക്കുമ്പോഴാ കുടുംബത്തിൽ സമാധാനം. അത് നമ്മളെ വിട്ട് കളയരുത്. ഇല്ല വേണുവേട്ടാ. എന്താ ഇത്? എന്റെ പിറന്നാൾ സമ്മാനമായത്. വേണുവേട്ടൻ ഇത് രാജുവിന് കൊടുക്കണം. അത് വേണ്ട, സമ്മാനം നീ നേരിട്ട് കൊടുത്താ മതി. അപ്പോഴവന് സന്തോഷാവാ. അത് വേണ്ട വേണുവേട്ടാ. നമ്മൾ അമ്പലത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ലേ വന്നത്? ഞാൻ രാജുവായിട്ട് മിണ്ടുന്നത് ആ ജയന്റെ അമ്മയെങ്കിലും കണ്ടാലോ? ഇത് ഞാൻ തന്നെ നീ തന്നാണെന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അല്ല, ഇത് വാങ്ങാനുള്ള കാശ് എവിടുന്ന? അത് ഞാൻ നുള്ളിപ്പറയ്ക്ക് സുരുക്കൂട്ടി വെച്ചതാ. അടുക്കളയിലും വെച്ചിട്ടുണ്ട് ചെറിയൊരു സമ്പാദ്യപ്പെട്ടി. ഇത്തരം സമ്പാദ്യങ്ങളുണ്ടെന്ന് ഭർത്താവിനോട് പോലും പറയരുത്. ഭർത്താവ് ഒരു ദരിദ്രവാസിയാണെങ്കിലോ? ആര് പറഞ്ഞു? എന്റെ ഭർത്താവ് അങ്ങനെ ഒരു ദരിദ്രവാസിയല്ലല്ലോ. അന്തസ്സും അഭിമാനവും ഏറ്റവും വലിയ സമ്പത്തായി കരുതുന്ന ആളല്ലേ. അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഈ ഞാനാ. അയ്യോ, നമ്മൾ ഇവര് പിണക്കാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്ത്. നീ ചെല്ല് 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 ചെല്ല്. പോ വേണോട്ടാ.